അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് വെള്ളക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ വായോ. വെള്ളക്കൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കത് പുഴുങ്ങാൻ വെക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് പുഴുങ്ങണ്ട കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കക്ക നന്നായി ഇതേ വായൊക്കെ പൊളിച്ച് ഷെല്ലൊക്കെ പൊളിച്ച് വന്നിട്ടുണ്ടാവും. നമുക്കതിനെ ഇറച്ചിയും ഷെല്ലും കൂടി വേർതിരിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്ക് നമുക്ക് താളിച്ചിട്ട് സൂപ്പായിട്ട് കുടിക്കുന്നവരുണ്ട്. നമ്മളതവിടെ എടുക്കാറില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇത് വൃത്തിയാക്കി അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചി കിട്ടും ഗായ്സ്. എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ, സവോള, ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റുക. ആ വഴറ്റ് ഒരു ബ്രൗണിഷ് കളറാവുന്ന വരെ സവാള നമ്മൾ വഴറ്റണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെന്താ തേങ്ങ നമുക്ക് കൊത്തിയത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ചിരകിയതായാലും മതി കേട്ടോ. അത് നന്നായി ബ്രൗൺ കളറാവുന്ന വരെ സോട്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഇറച്ചിയിടാം. ഇറച്ചിയിട്ട് കഴിഞ്ഞ് പിന്നെയും നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി. അത് നല്ല ഇത്തിരി റെഡ് കളറായിട്ട് ഇരുന്നോട്ടെ. അങ്ങനെ നന്നായിട്ട് വഴറ്റിയിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഇറച്ചി കിട്ടുക. സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ലവ് യു ഓൾ.